ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com സ്വാഗതം. നമുക്ക് ഇന്ന് ആലുവയിൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇവിടെ ഈ ഉത്സവം നടത്തിപ്പുകാരനെ സ്വാഗതം ചെയ്യാൻ പോവാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കാര്യക്കാരൻ ടിനി ടോം. എങ്ങനെയുണ്ട് ടിൻചേട്ടൻ? ഇവിടെ നിന്ന് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഈ ഓഫേഴ്സിനൊന്നും എന്നെ വിളിക്കുന്നില്ലല്ലോ. എന്ത് ഓഫർ? ഒരുപാട് സ്റ്റേജ് ഷോയും അങ്ങനെയുള്ള ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സ്നേഹം കൂടിയിട്ടുള്ള ഒരു വിളി കൂടി. അതാണ് ചോദിച്ചത്. പക്ഷെ അവിടേക്ക് അപ്പം ആങ്കർ ചെയ്യാൻ എന്നെയും കൂടി വിളിക്കുന്നതല്ലേ എന്റെ ഒരു മര്യാദ. ദുബായിൽ നിന്ന് ഇത്രയും ചെലവ് കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്നില്ലേ? ഇവര് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാ സ്റ്റേജിലും നമുക്ക് അങ്ങനെ ഒരാളെ നാളെ പരിപാടി വരിക പിന്നെ പോവുക, അത് നടക്കില്ല. അവർ സ്നേഹക്കുറവ് കൊണ്ടല്ല. പക്ഷെ ഇന്ന് ഏറ്റവും വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആലുവക്കാരാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ ടിനിച്ചേട്ടന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ടിനിച്ചേട്ടന്റെ കൂടെ തന്നെ അല്ലെ ടിനിച്ചേട്ടൻ പേരിട്ട മലയാളത്തിന്റെ ഒരു മികച്ച കൊമേഡിയനുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. മലയാളിക്ക് പ്രിയപ്പെട്ട ബിജുക്കുട്ടൻ. ഈ കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ ബിജുച്ചേട്ടൻ ഇവിടെ വന്നു, അത് കഴിഞ്ഞ് പോയപ്പോഴൊക്കെ നാട്ടിൽ നിന്നും കിട്ടിയ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം നല്ല പ്രതികരണമാണ്. കാരണം നമുക്കറിയാലോ, എല്ലാം നല്ല പ്രതികാരമാണെന്നാ. നല്ല അഭിപ്രായമുണ്ട്. കാരണം എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ സിനിമയിലും കൂടുതൽ ടി വിയിൽ വന്നാലാണ് നമ്മൾ കുറച്ചും കൂടി ആൾക്കാർ അറിയുള്ളൂ അല്ലേ? എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ഞാൻ വിളിക്കൂല. അത് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? നന്നായി. വേണമെങ്കിൽ ഇനി രണ്ട് പുകഴ്ത്തലും കൂടി പുകഴ്ത്തിട്ട് പോയി. അതെ. പക്ഷെ വിജയടാ ഇവിടെ ഉള്ളതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായും നമ്മുടെ ഇവിടെ വരുന്ന നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് ഗൈഡൻസിനായിട്ടും അവർക്ക് ഒരുപാട് പ്രോത്സാഹനമായിട്ടും നിങ്ങൾ രണ്ടുപേരും പ്ലീസ് ഗോ ടു യുവർ സീറ്റ്സ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം അരുൺ രാജ് ആൻഡ് പ്രകാശ് പാലക്കാട്. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും ലിസ്റ്റിൽ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രകാശിന്റെ ലിസ്റ്റിലെ താരങ്ങളുടെ പേര് പറയും. ഞാൻ തമിഴ് താരങ്ങളെയാണ് അനുകരിക്കുന്നത്. ഓക്കെ. ശരത് കുമാർ. ശരത് കുമാർ. കഞ്ചാ കറുപ്പ്. കഞ്ചാ കറുപ്പ്. ഓക്കെ. ഈ കഞ്ചാ കറുപ്പിനെ കാണുമ്പോൾ എനിക്ക് മിഥുന ഓർമ്മ വരും കുറച്ച്. ശരി. വിജയകാന്ത്. വിജയകാന്ത്. രജനീകാന്ത്. രജനീകാന്ത്. മൻസൂർ അലിഖാൻ. മഞ്ജു വാര്യർ. മൻസൂർ അലിഖാൻ. മൻസൂർ അലിഖാൻ. ഇത് മൊത്തം വിജയ് ടി വി ആണല്ലേ? അതെ, മൊത്തം അതിർത്തി കടന്നുപോയി കംപ്ലീറ്റ്. കുഴപ്പമില്ല. 5 തമിഴ് താരങ്ങളെയാണ് കൊണ്ടുവന്നേക്കണത്. വെൽക്കം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത അരുൺ രാജ് ഏതൊക്കെയാണ് ലിസ്റ്റിലെ താരങ്ങൾ പറയും? ഞാനും ഒരു 4 തമിഴ് ആക്ടേഴ്സും ഒരു മലയാളിയും ഉള്ളൂ. ഈ കളിക്കില്ല, അതെല്ലാം തമിഴായി. ഓക്കെ പറയും. തമിഴ് കൊമേഡിയൻ വിവേക്. വിവേക്. ഓക്കെ. വിനു ചക്രവർത്തി. ഓക്കെ. കോവൈ സരള. വെരി ഗുഡ്. ISL ഫുട്ബോൾ മത്സരത്തിൽ കമന്ററി പറയുന്ന ഷൈജു ദാമോദർ. പിന്നെ ഒരു തമിഴ് താരം, അദ്ദേഹത്തിന് മൊട്ട രാജേന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാത്തിലും വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്ന കോമഡി ഒക്കെ ചെയ്യണം. ഓക്കെ. അപ്പൊ 5 താരങ്ങൾ. ഈ 5 5 10 അല്ലാണ്ട് ഒരു 15 പേരും ആ ലിസ്റ്റിലുണ്ടാവും. ഇവരുടെ ഭാഗ്യം അനുസരിച്ചാണ് തീരുമാനമെടുക്കുക. ഇവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന നമ്പറിന്റെ പുറകിൽ അവരുടെ താരങ്ങൾ തന്നെ ഉണ്ടാവും. ഇനി ഇപ്പം അതല്ലെങ്കിലും അനുകരിച്ചേ പറ്റൂ. തുടങ്ങാം. പ്രകാശ് നമ്പർ പറയൂ. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ചെമ്പൻ വിനോദ്. എന്തൊക്കെയാണ് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. ഗഡിയയില് മാത്രമല്ല അതിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഭാഗ്യവാൻ. ലിസ്റ്റിലുള്ള ആളിനെ ആദ്യം പറഞ്ഞ ആളിനെ തന്നെ ടി. വിവേക്. இங்கை பார் கருப்பா கருப்பின் வார்த்தையை கேட்டாலே இந்த தமிழ் நடை கூந்தலிக்கும். ராம் கருப்பு, லக்ஷ்மண் கருப்பு, அம்பகம்பி அம்பகும்பி நம்பவே முடியலடாம்பி. என்னை சார் காக்க பிரியாணியா காக்காவா. ഗംഭീരമായിട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്പർ പ്രകാശ്. നമ്പർ 18. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 18. ഓ ദേവൻ. உன் பொண்ணை நான் கொலை பண்ணல, ஆண்டனி தான் கொலை பண்ணியிருக்கு.
കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. അറിയില്ല അല്ലേ, അതുകൊണ്ടാണ്. പക്ഷേ ഭാഷയിലെ ഡയലോഗാണ് പറയാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പോ അരുൺ നമ്പർ 7. Let's open number 7. ഓ, താനൊരു വലിയ ഭാഗ്യവാനാണല്ലോ. വിനു ചക്രവർത്തി. டே இந்த பொள்ளாச்சி நாச்சிமுத்து கவுண்டர் பரம்பரையில் வந்த வீரமுத்து கவுண்டர் நான் ஒரு பெரிய கிராமத்துக்கு சொந்தக்காரன். உனக்கு காதல் பண்ண ஏன் பிள்ளை கிடைச்சாச்சா? வேலை தேடி வந்த நாயினி அவளைய உயர்டா. അടേ സൂപ്പർ, ഗംഭീരമായിട്ടോ, നല്ല ഭാഗ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ പോയി ലോട്ടറി എടുത്തേക്ക്. ശരി പ്രകാശ്, നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. മുരളി, പുള്ളി മുഴുവൻ തമിഴ് എടുത്തിട്ട് തമിഴിൽ അഭിനയിച്ച മലയാളികളായി കിട്ടിക്കൊണ്ടിരിക്കണേ. ശ്രദ്ധിച്ചില്ലേ? അതേവൻ മുരളിയൊക്കെ. മാസ്റ്റർ വിഷം, താനങ്ങോട്ട് പോണം, അവനുമായി സംസാരിക്കണം, അല്ലാതെ ഇങ്ങനെ കൊല്ലാക്കല്ലോ ചെയ്യല്ലടോ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? എന്തോ ഒരു മാർഗമില്ല. പ്രകാശ് കേട്ടോ. അരുൺ നമ്പർ 22. ഓപ്പൺ നമ്പർ 22. കോമഡി ഉത്സവത്തിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. പക്ഷേ അവന്റെ ലിസ്റ്റിലില്ലാത്ത സാധനം അല്ലേ? പക്ഷെ എങ്കിലും ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ആ ട്രൈ ഉണ്ടല്ലേ. അടുത്ത നമ്പറിലേക്ക് കിടക്കാം. പ്രകാശിന്റെ നമ്പർ 20. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. മുകേഷ്, നില്ല്, നീ എന്തെന്നാ പറഞ്ഞു? നിന്നെ മറക്കണം നല്ലയോ? നിന്നെ ഓർത്തിട്ട് വേണ്ട പുല്ലേ മറക്കാൻ. നില്ല്, പുല്ല് ചെല്ലു, ചെന്നോട്ടെ. മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത കണ്ടോടാ. ഓക്കെ, അടുത്തത് നമ്പർ 25. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 25. ദൈവമേ, സുകുമാർ അഴീക്കോട് സാറും. കോമഡി ഉത്സവത്തിലെ എല്ലാവർക്കും എൻ്റെ വണക്കം. ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? എന്താ മുളക്കൂട്ടത്? കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റ് നമ്പർ ഫോർ പ്രകാശ്. ഇതിലെങ്കിലും ഭാഗ്യം ഉണ്ടാവട്ടെ പ്രകാശ്. ഇതിലുണ്ടാവും, ഭാഗ്യം ഉണ്ടാവും. നോക്കാം. നമ്പർ 3. ഓപ്പൺ നമ്പർ 3. ഓ, ശരത് കുമാറിനെ കിട്ടി. ശരത് കുമാറിന്റെ അച്ഛൻ ക്യാരക്ടർ വേഷമാണ്. സൂര്യവംശം, നാട്ടാമ, അതുപോലെയുള്ള അച്ഛൻ ക്യാരക്ടർ. ഡബിൾ റോള് കളിച്ച് റെഡി ആയല്ലേ, കലക്കിയതല്ലേ ആ ഒരു വയസ്സ്. വേണ്ട തവണ വിളക്കിനാലും വെള്ളം കൊടുത്ത് പരമ്പരയില്ല. എന്റെ പരമ്പരയ്ക്ക് എന്റെ പിള്ളേ இருந்தா யாரையும் தெளிவாய் நிற்கவும் மாட்டேன், அவங்ககிட்ட பேசவும் மாட்டேன். நாட்டாம தம்பினா 4 ஆளை பார்த்து பயப்படுற கோடலடா. 40 யானை வந்தாலும் எதிர் நிற்கிற சிங்கம். அட மன்னிப்புன்றா மன்னிப்பு. நீ சாகர வரைக்கும் காத்தாலே அம்மாளையும் பிரியா பார்த்துக்கணும். இது இந்த நாட்டாம முடிவு. കാരണം കാത്തിരുന്ന് കിട്ടിയപ്പോ ഉഗ്രനായില്ലേ? പിന്നെ ഉഗ്രനായി, സൂപ്പറായിരുന്നു, ഉള്ള എനർജി. ഓക്കെ പ്രകാശ്. ഓക്കെ, ലാസ്റ്റ് നമ്പർ അരുൺ. നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. എത്രയും വേഗം ഒരു ലോട്ടറി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെയാണെങ്കിലേ ഈ ഫുൾ ഭാഗ്യം കിട്ടുള്ളൂ. ഓക്കെ, തീർച്ചയായും. இந்த இத்தனை கபடி மிளகா பிச்சை மலாவை யார் ஒரு வார்த்தை சொல்லுவாரு? அது சுக்ரியாண்ணா, சுக்ரியாண்ணா. அச்சாச்சா, டிவி தடியாடா இடிச்சு நான் போடவே இல்லை. ஸ்நாகிதடை നന്നായിട്ട് ടിനിച്ചേട്ടാ. 5-5 കഴിഞ്ഞു. ഇനി ടിനിച്ചേട്ടാ ഇങ്ങോട്ട് വരണം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ടിനി ടോം എവരിബഡി. കം ഓൺ. അരുൺ രാജ് ഒരു മാലപ്പടക്കമാണ് പൊട്ടിച്ചത്. പ്രകാശിന് ഒരു ഗുണ്ട് കിട്ടിയുള്ളൂ, പക്ഷെ നടുക്കി കളഞ്ഞു. ഒരു ഗുണ്ട് മതി, മാലപ്പടക്കം ഒന്നും വേണമെന്നില്ല അല്ലേ? അപ്പൊ ബാക്കി താരങ്ങൾ ഇദ്ദേഹം എല്ലാം ചെയ്തു കഴിഞ്ഞു. ആകെ ഇനി ഒരെണ്ണല്ലേ ഉള്ളൂ ബാക്കി? 2 അതൊക്കെ ആരൊക്കെയത്? ഷൈജു ദാമോദർ, മൊട്ട രാജേന്ദ്രൻ. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് അത് രണ്ടും തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. കാരണം ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് താരങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, ഷൈജു ദാമോദർ. കമന്ററി, ISL കമന്ററി.
കേരള ബ്ലാസ്റ്റേഴ്സ് സച്ചിനും കോപ്പലും ആ 11 പേരും പെനാൽറ്റി കൊണ്ടൊരു പൂമരം ഉണ്ടാക്കി. കാണികൾ ഒന്നടങ്കം പറയുന്നു, എന്തൊരഴക്, എന്തൊരു ഭംഗി. ശരിയാണ് ഷൈജു, സി കെ വിനീത് നല്ലൊരു ടാക്ലിംഗ് ഗിഫ്റ്റ് തന്നെയുണ്ട് ഷൈജു. സി കെ വിനീത്, അതെ, സി കെ വിനീത് മാനത്ത് വട്ടമിട്ട് പറക്കുന്ന ചെമ്പരുന്തിനെ പോലെ ഗ്യാലറിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. സി കെ വിനീത്, സി കെ വിനീത്, സി കെ വിനീത്. അരുണ്ട്, അപ്പൊ ഇനി ഒരു വോയിസും കൂടി ബാക്കിയുണ്ട്. അരുണ്ടത് മൊട്ടരാജൻ. Good evening, baby. ഊരെ മാറ്റിട്ടോ, പേരെ മാറ്റിട്ടോ, കത്തപ്പൂക്കട മാറ്റിട്ടോ. ആണോ ടീച്ചറോட മലയാളത്തെ மட்டும் மாத்தவே முடியலப்பா. ஏன் சார் என்கிட்ட கேட்குறேன்? அவனையெல்லாம் அடிச்சு மூஞ்சி முறையில் உடச்சு நட்டு ரோடில் இல்லை இந்த மாதிரி பிரிட்ஜுக்கு தலக்கலாம் தூங்கணும் சார். വെരി ഗുഡ്. അപ്പോ പ്രകാശ് ലിസ്റ്റ് കിടപ്പുണ്ട്. അത് എന്താന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഒരു ഗുണ്ട് പൊട്ടിച്ചാണല്ലേ കഞ്ചാക്കറുപ്പ്. சந்தோஷமா கத்தி எடுக்கிறதாடி நீங்க களத்தில் நாங்க தானே. இதோ பாராத்தா, நாங்கெல்லாம் மதுரை பக்கம் பழைய கஞ்சி பச்சை மிளகா சூப்பு சோடுன்னு சுத்திக்கிட்டு இருந்தோம். உன்னை மட்டும் 18 வருஷத்துக்கு முன்னாடி பார்த்தேன்னு வச்சுக்கோ, அப்படியே 3 முடிச்சு போட்டிருப்பான். வரட்டுமாத்தா, அந்த வாய்ப்பே போச்சு. அப்ப அடுத்தது விஜயகாந்த். ஒண்ணு சொல்ற, நல்லா கேட்டுக்கோ. இந்த மண்ணுக்கும் மக்களுக்கு துரோசனவனா இருந்தாலும் இனிமே எங்கிட்ட இருந்து தப்பிக்கவே முடியாது. அரசாங்கம் சொல்ற, எதிர்ட்டு அரசாங்கம், எம்எல்ஏ, எம்பி, மந்திரி, இவங்கள அரசாங்கம். என்னை பொறுத்த வரைக்கும் மக்கள் தாண்டா அரசாங்கம். எனக்கு அஹிம்சையும் தெரியும், அணுகுண்டு வைக்கவும் தெரியும். காந்தி பிறந்தா அதே மண்ணில் தாண்டா சுபாஷ் சந்திர போஸும் பிறந்திருக்காங்க. நான் காந்தியா மாறதும் சுபாஷ் சந்திர போஸும் நடக்குது. இனிமே நீ திருந்தது பொறுத்தா இருக்கு. தெரியல അത സൊല്ലിവൈ. പാലക്കാട് ആയതുകൊണ്ട് ഭാഷയിൽ നല്ല സ്വാധീനമുണ്ട്. ഗംഭീരമുണ്ട് കേട്ടോ. അടുത്തത് രജനീകാന്തിന്റെ വോയിസാണ്. സിനിമയിലുള്ള ഡയലോഗ് അല്ല, അദ്ദേഹം സാധാരണ നോർമൽ വോയിസ്. അദ്ദേഹം സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ വോയിസ്. இந்த விழாவுக்கு வருகை தந்திருக்கும் பெரியோர்களே, தாய்மார்களே, என்னை வாழ வைக்கும் தெய்வங்களான ரசிகர் பெருமக்கள் எல்லாருக்கும் வணக்கம். நான் சும்மா வீட்டில் உட்காந்து நியூஸ் பேப்பர் படிச்சிருந்தேன். கோபி வந்து லைனில் வந்து சொன்னார், இந்த மாதிரி ஹாங்காங்கில் ஒரு ஃபங்க்ஷன் நீங்கள் வரணும் அப்படின்னு. நாங்கிட்ட என்ன ஃபங்க்ஷன் அப்படின்னு கேட்டேன். இல்லை சார், அங்கே ஒரு தமிழ் சங்கம் இருக்குது, அவங்களெல்லாம் சேர்ந்து ஒரு ப்ரோக்ராம் ஆர்கனைஸ் பண்ணுறாங்க, நீங்கள் வரணும், நீங்கள் வந்தால் ரொம்ப சந்தோஷப்படுவாங்க அப்படின்னு சொன்னேன். நம்ம மக்களை நாம் பார்க்க போகலான்னு எப்படின்னு யோசிங்க வந்து நிற்கிறவங்க முன்னாடி பேசுகிறேன். ஸோ இந்த நிகழ்ச்சி நல்லா பார்ப்பாங்க, சந்தோஷமாக பார்ப்பாங்க, நல்லா என்ஜாய் பண்ணுவாங்க அப்படின்னு அந்த திருவண்ணாமலை ஈஸ்வரனை வேண்டி விட வீரர்கள். நன்றி, வணக்கம். ഒരാളും കൂടി ഉണ്ട് അല്ലേ? മൻസൂർ അലി ഖാൻ. வீரபத்ரன் சரக்கு வரைக்கும் ஏவானுமே பிடிச்சா இவன் மாட்டு ஏன் புறா பிடிப்பேன் சாட்டையா. நான் காட்டுக்குள்ள தனி அரைச்சாங்கமே நடத்துக்கு காரணம் என்னன்னா, ஜனங்க நம்மளை வச்சிருக்கிற பயம் மட்டும் இல்லடா, நம்ம வேலவும் தான். அந்த வேலம் கொஞ்சம் குறைஞ்சிருச்சு, அவங்க பயமும் குறைஞ்சிடும். உயிர் மேல ஆசை இருக்கிற ஒவ்வொருத்தரும் ஓடி போங்க போங்க போங்க. സൂപ്പർ. പ്രകാശ് മരപ്പണി നിർത്തേണ്ടി വരും. മരപ്പണി മൊത്തത്തിൽ നിർത്തി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? മരമുള്ള വേദികളിൽ ചെല്ലേണ്ടി വരും. സ്റ്റേജ് തട്ടടിച്ചിരിക്കുന്ന മരത്തില്. സന്തോഷമാണ് ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ. അപ്പോ ചേട്ടാ, രണ്ടുപേരെയും കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പോകണോ കേരളത്തിലേക്ക് പോകണോ ഇവരെ കൂട്ടി? പാലക്കാട് ബോർഡറല്ലേ, പാലക്കാട് വഴി റൂട്ടിൽ പോവാം. പാലക്കാട് ഒലവക്കോട് വഴി നമുക്ക് അങ്ങോട്ട് പോവാം. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ChavaraMatrimony.com സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ദിലീപ് കലാഭവൻ. അവനെ കണ്ടറിഞ്ഞൂടെ? ഒരു സ്വർണ്ണക്കട തന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് കണ്ടോ? കണ്ടാ ദുബായ് എല്ലാം കാരണക്കാരെന്താ? ദുബായ്ക്കാരനാ. ദിലീപ് എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നത് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സ്റ്റാറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റാറാണ്. ആ സ്റ്റാറിനെ തന്നെ ആദ്യം ഒന്ന് അനുകരിക്കാം. അതിന്റെ പേര് മിഥുൻ രമേശ് എന്നാണ്. സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ ChavaraMatrimony എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് ആലുവയിൽ നിന്നുള്ള പ്രേക്ഷകരാണ്. എല്ലാവർക്കും നല്ലൊരു കൈയ്യടിയോട് കൂടി ഇന്ന് ഈ ഉത്സവത്തിന്റെ കാര്യസ്ഥൻ അഥവാ കാരണവർ നമുക്ക് സ്വാഗതം ചെയ്യാം. ആലുവക്കാരൻ നല്ലൊരു കൈയ്യടി കൂടി ടിനി ടോം. ഇനി മുതൽ മിഥുൻ വേണോ? മിഥുൻരാജ് ഇവൻ പോരെ? ഇവൻ സ്വർണ്ണമൊന്നും ഊരി തരൂല കേട്ടാ കണ്ടിട്ടാണെങ്കിൽ.
ഇനി മിഥുൻ ചേട്ടൻ ഡബ് ചെയ്ത ഒരു ചിത്രമായിരുന്നു മല്ലു സിംഗ്. മല്ലു സിംഗിലെ ഉണ്ണിമൂന്നിന്റെ ആ ഒരു സീക്വൻസ്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് ചേർത്ത് വിളിക്കുന്ന ഇഷ്ടം. मेरा नाम मल्लू नहीं है, आप मुझे बुला सकता है मल्लू സിംഗ്. ഇനി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മിഥുൻ ചേട്ടൻ തന്നെ ചെയ്തത് സെവൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിട്ട് വന്നിട്ട് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ അനുഭവം ശരിക്കും അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു ഡയലോഗാണത്. അതൊന്ന് ചെയ്യാം. ശ്രീധരന്റെ മീൻവണ്ടിയിൽ ലോറി ഡ്രൈവറായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് മാഡം. എന്ത് ചെയ്തു കഴിയാനും ഇറക്കാൻ ശ്രീധരന്റെ ആളുകൾ. പിന്നെ ആവശ്യത്തിന് കള്ളും കഞ്ചാവും. ഞാൻ പെട്ടുപോയതാ മാഡം, ഞാൻ പെട്ടുപോയതാ. ശരിക്കനെ മുല്ലപ്പന്തല് കള്ള് ഷാപ്പിൽ പോയതുപോലെ മിഥുൻ വറുത്തതും മിഥുൻ മിഥുൻ പുഴുങ്ങിയത് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേ, ഇത്രയൊക്കെ മിഥുൻ ചെയ്തില്ലേ? ടോം ചെയ്തേ അല്ലല്ല. ഇപ്പൊ മിഥുനല്ലേ സെൽഫ് ബൂസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നത്. അറിയാം. ആ മാലയിലുണ്ട് ദുബായിയുടെ സൈൻ. കൊണ്ടുവന്ന് കൊടുത്തതാ എനിക്കറിയാം. അതിനെന്താണ് ശരിയാവരുത്, ശരിയായ തീർന്നു. ഇതിപ്പോ എനിക്ക് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നിങ്ങൾ ഈ ഫൈനലിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷെ നിങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്ലൈമാക്സ് എന്താ ചെയ്തത്? നിങ്ങൾക്ക് ഒരു 10% നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്റർ പായസം ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കുടിക്കാൻ നേരത്തെ ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും? പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ വേറെ ഒന്നും വിഷമം വിചാരിക്കണ്ട. ശരിക്കും അടിച്ചിടാലോ എവിടെ എന്തൊക്കെയോ പറയാം. എന്തായാലും ഭക്ഷണം കണക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ്. ശശി കലിംഗയുടെ ശബ്ദം. ഇത് കുറച്ച് വരാല കൊടമ്പുളിയിട്ട് വച്ചാ തകർക്കും. ചാക്കപ്പോ എവിടുന്നാണ്? ഇപ്പൊ സെപ്റ്റി ടാങ്കിന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാ. അമർ അക്ബറിലെ വേറെ ഡയലോഗ്. എടാ അന്തോണി, നിന്നോട് ഇതെടുത്തോണ്ട് വരാനാണോ പറഞ്ഞേ? ആ പച്ചക്കൊളറയിൽ ചുമന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞ്? 1-2 നേഴ്സന്മാരൊക്കെ കൊള്ളാം. നമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം ഇന്നാണോ? കൊച്ചിൻ്റെ അച്ഛൻ ബാബു ആണോ രാജേഷാണോ എന്ന് ഇന്നറിയാം. ദിലീപ് കലക്കി. എന്തായാലും സന്തോഷമുണ്ട്. ദിലീപ് ദുബായ് വിട്ട് ജോലിയെല്ലാം വിട്ടിട്ട് വരുമ്പോ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് വന്നത്. ഇവിടെ വന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ആലോചിച്ചിട്ട്. പക്ഷെ മാലയും വളയും കണ്ടപ്പോൾ മനസ്സിലായി രക്ഷപ്പെട്ടു. താങ്ക് യു ദിലീപ്. താങ്ക്സ് എ ലോട്ട്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com വേദിയിലേക്ക് അടുത്തത് സ്പെഷ്യൽ പെർഫോമൻസ്. ആരാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. വേലപ്പൻ അരൂക്കുറ്റി, അനുകരണ കലാരംഗത്തെ അതികായൻ. 39 വർഷത്തെ കലാജീവിതം കൊണ്ട് മലയാളികളെ ഒന്നാകെ പൊട്ടിച്ചിരിയുടെ മാസ്മരിക ലോകത്തെത്തിച്ച കലാപ്രതിഭ. കേരളത്തിലെ പഴക്കം ചെന്ന മിമിക്രി ഗ്രൂപ്പായ കോമേഴ്സിന്റെ മുഖ്യ ശില്പി വേലപ്പൻ അരൂക്കുറ്റി. പിന്നിട്ട കലാരംഗത്തെ ദീർഘമായ വഴിത്താരകളിൽ എണ്ണമറ്റ കലാപ്രതിഭകളുടെ ഗുരുസ്ഥാനീയനായി വേലപ്പൻ മാറിയത് ചരിത്ര നിയോഗം. വേലപ്പനിൽ നിന്നും അനുകരണത്തിന്റെ ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കിയ ശിഷ്യഗണങ്ങളിൽ പലരും ഇന്ന് ബിഗ് സ്ക്രീനിന്റെയും മിനി സ്ക്രീനിന്റെയും വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നു. 2000-ൽ പരം വേദികളിൽ തന്റെ സർഗവൈഭവം ജ്വലിപ്പിച്ച വേലപ്പൻ ഇന്നും മിന്നുന്ന പ്രകടനങ്ങളുമായി അനുകരണ കലാരംഗത്ത് സജീവം. പുത്തൻ താരോദയങ്ങളെ സൃഷ്ടിക്കുന്ന ചിരിയുടെ ഈ ആഘോഷവേദിയിലേക്ക് വേലപ്പൻ അരൂക്കുറ്റിയെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഇത് ആരാണ് എന്നുള്ളത്. സിദ്ദിഖ് ലാലിനെ പഠിപ്പിച്ച, മിമിക്രി പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ എന്നെക്കാളും നന്നായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും. ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ അറിയുന്നത് രഞ്ജൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. ഡാൻസും മിമിക്സും എല്ലാം ചെയ്യുന്ന ഒരു സുഹൃത്താണ് പറഞ്ഞത്. പക്ഷെ കുറെ നാളായി ഞാൻ കേട്ടിട്ട്, കുറെ നാളായി ഞങ്ങൾ തമ്മിലുള്ള പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ അറിയുന്ന മിമിക്രി താരങ്ങളുമായിട്ട് സ്റ്റേജ് പങ്കുവെക്കുകയും അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്രയിൽ അവരോട് ഒന്നും ഇതുവരെയായിട്ടും അവസരം ചോദിക്കാതെ ഉൾവലിയുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ
പല സിനിമകളിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്, അതായത് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ഓടുന്ന രംഗങ്ങളിൽ അഭിനയിക്കുന്ന ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലപ്പൻ ചേട്ടന് ഒരുപാട് നല്ല വേഷങ്ങൾ സിനിമയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് കുറച്ച് വൈകിയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ഇവിടെ വന്നവരുടെ സമയം ഒന്നും ഇതുവരെയായിട്ട് മോശമായിട്ടില്ല. വേലപ്പൻ ചേട്ടാ എല്ലാവരെയും അറിയാം അല്ലേ? ആരുടെയൊക്കെ കൂടെയാണ് ആ കാലഘട്ടത്തിൽ ആരുടെയൊക്കെ കൂടെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ജയറാം മരിച്ചുപോയ, സൈനുദ്ദീൻ എന്ന ഫർഗീസ്, റാഫി മക്കാൾദ്ദീൻ, ഖലാഫൂൻ അനീഫ്, സാജൻ പള്ളുരുത്തി, അശോകൻ, അങ്ങനെയുള്ള നിരവധി ആർട്ടിസ്റ്റുകളോട് ഒരു 10,000-2000 സ്റ്റേജ് കയറിയിട്ടുണ്ട്. 2000-ഓളം സ്റ്റേജ് ഈ പറഞ്ഞ ലെജൻസിന്റെ കൂടെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും കോമഡി ഉത്സവം കണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പതിയും, യാതൊരു സംശയവും വേണ്ട, വേലപ്പൻ ചേട്ടന്റെ മുഖം, വേലപ്പൻ ചേട്ടന്റെ കഴിവ്. നമുക്ക് മിമിക്രി കേൾക്കാം. വേലപ്പൻ ചേട്ടന്റെ വേലകളാണ് എനിക്ക് കാണേണ്ടത്. ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ വരുന്ന ശബ്ദമാണ് ഞാനിവിടെ അനുകരിക്കുന്നത്. അത് വരുന്നത് മറ്റാൾ സംസാരിക്കുന്നു. സംസാരിക്കും. ഖലാഫൂൻ അനീഫിനെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവിടെ നിന്ന് വിളിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നവർ. ഹലോ അനീഫല്ലേ? ഞാനേ വേലപ്പനാണ്. ഞാൻ ഫ്ലവർ ഷോയിൽ കയറിയിരിക്കണേ. അതെ, ഞാൻ ഇപ്പോൾ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ടിനിയും മറ്റും എല്ലാവരും ഉണ്ട്. ടിനിയുണ്ട്, ചനത്തുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. അതെ, പരിപാടി നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ 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 താങ്ക്സ്. അടുത്തത് 2 സ്റ്റേഷൻ തമ്മിൽ ഒരുമിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരിടത്ത് കൊക്കോ കൃഷിയെക്കുറിച്ച്, മറ്റൊരിടത്ത് ശശികളുടെ ആരോഗ്യ സംരക്ഷണയെക്കുറിച്ച്. ആകാശവാണി കൊക്കോ കൃഷിയെക്കുറിച്ച് കൃഷിക്കാരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആകാശവാണി ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണയെക്കുറിച്ച് അമ്മമാരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ കുട്ടിയെ 3-ാം ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമെടുത്ത് വെള്ളത്തിൽ ഒഴിക്കുക. രാവിലെ ശിശുവിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അരയടിയോളം മണ്ണ് മാന്തി കുടിക്കകത്ത് വെച്ച് നല്ലപോലെ കുട്ടിക്ക് 3 മാസം പ്രായമായെന്നാൽ ചാരവും ചാണകവും വെല്ലുപിടിയും നല്ലപോലെ കൂട്ടിത്തിരുമി 2 സ്പൂൺ വീതം കുട്ടിക്ക് കൊടുത്താൽ നന്നായിരിക്കും. കുട്ടികൾക്ക് 2-3 വയസ്സ് പ്രായമായെന്നാൽ അടുത്തുള്ള ചന്തയിലോ മാർക്കറ്റിലോ വിറ്റാൽ നല്ല വില കിട്ടും. മാതാപിതാക്കൾ അടുത്തില്ലാതെ വളരുന്ന കുട്ടികളെ 2 അടി മണ്ണ് മാന്തി കുഴിച്ചിരിയോ തീയിൽ കരിച്ചുകൾ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടികളാണെങ്കിൽ ചുരുങ്ങിയത് 50 എണ്ണത്തിൽ കുറയാതെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത. ഇതോടെ കുട്ടികളുടെ കൃഷി ഇങ്ങനെ അവസാനിപ്പിക്കുകയും നിർത്തുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കും. താങ്ക്സ്. ക്ലാസിക് മിമിക്രി അല്ലേ? അടുത്തത് ഒരു ശബ്ദാനുകരണം കൊണ്ടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ രാജ്യമല്ലാത്ത ഭൂട്ടാൻ രാജ്യത്തെ ഒരു രാജാവ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. ഒരു ദാരുണ സംഭവം കേട്ടിട്ട് വരികയാണ്. അതാണ് സംഭവം. ഭൂട്ടാൻ രാജാവിന് ഇന്ത്യയിൽ ആർഭാടമായ സ്വീകരണത്തിനായി ഭൂട്ടാൻ രാജാവ് ഒരു പ്രത്യേക വിമാനമാർഗം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ ഭൂട്ടാൻ രാജാവ് ഒരു തുറന്ന ജീപ്പ് മാർഗം പോലീസ് അകമ്പടിയോടുകൂടി സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. സ്വീകരണത്തിൽ എത്തിയ ഭൂട്ടാൻ രാജാവിന് അവിടെ കാണാൻ കഴിഞ്ഞത് അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ദുഃഖങ്ങൾ മാത്രമായിരുന്നു. കാരണം ദിവസങ്ങളോളം നീണ്ടു നിന്ന പേമാരിയും വെള്ളപ്പൊക്കവും. വെള്ളപ്പൊക്കത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല അന്നപത്തി പക്ഷിമൃഗാദികൾക്കും ജീവഹാനങ്ങൾ സംഭവിച്ചു. ഇതിനുശേഷം ഭൂട്ടാൻ രാജാവ് കേരളീയരുടെ ഒരു ഉത്സവ പറമ്പിലേക്ക് ഇതിനുശേഷം
ഭൂട്ടാൻ രാജാവ് ഒരു പ്രത്യേക ജെറ്റ് വിമാനമാർഗം ഭൂട്ടാനിലേക്ക് തിരിച്ചു. ആ കാലഘട്ടത്തിൽ കാണിച്ചിരുന്ന പ്രേം നസീറിനെ എങ്ങാനും ഇപ്പൊ കാണിക്കോ? ഞാൻ നോക്കാം, ഒന്ന് നോക്കാം. അമ്മയുടെ പുന്നാര മോൻ ബാബുജിയാണ് അമ്മയുടെ ധരിക്കുന്നത്. അമ്മ കണ്ണു തുറക്കുമോ അമ്മേ? അമ്മയുടെ പുന്നാര മോൻ ബാബുജി പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു വന്നു അമ്മേ. അമ്മ കണ്ണു തുറക്കുമോ അമ്മേ? അമ്മേ അമ്മേ അമ്മേ. എന്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഞാൻ പ്രേം നസീറിന്റെ ഡയലോഗ് ഇതായിരുന്നു. മധു സാറിന് എടുക്കാം. ജി കേശവദാസിന്റെ മകന് ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ പേരിലാണ് എൻ്റെ മനസ്സനുഭവിച്ചില്ല. അവൻ ഏറ്റവും അനുഭവിച്ച പേരാണ് ഞാനിട്ട് ഹരിദാസൻ. മിസ്റ്റർ സൈമൺ പീറ്റർ, ഇവനെ കാണാനും ഇവനെ കൊണ്ടുപോകാനുള്ള അവകാശം നിനക്കെപ്പോഴും ഉണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ കുരിനും പൈസലിൻ്റെ മനസ്സിന് ഇപ്പോഴും എൻ്റെ അച്ഛനാരാണെന്നറിയില്ല. അവനെ കൊണ്ടുപോകാൻ അല്പം കൂടി സാവകാശം എനിക്ക് തന്നെ പറ്റൂ. വരട്ടെ. ഇനിയുണ്ടോ ഒരു താരം കൂടി? മാമുക്കോയ. ഓക്കെ, മാമുക്കോയ ആകാശവാണി വാർത്ത വായിക്കാൻ വന്നില്ല. അല്ലാ, അത്ര വ്യസമില്ലാത്ത നമ്മളോടാണ് ആകാശവാണി വാർത്ത വായിക്കാൻ പറഞ്ഞു. അർക്കിനൊക്കെയുള്ള മുയിക്കിരിക്കാക്കണ പണിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രായം കൊണ്ട് നമുക്ക് പറ്റൂല എന്ന് പറയാൻ നമുക്ക് പറ്റിയ പണിയല്ല. അല്ലാ, ആകാശൻ്റെ ഓമാവൃതമാണ്. മഴ പെയ്യുമ്പോൾ പെയ്യും, നിൽക്കും വയ്ക്കും. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അസ്സലാമു അലൈക്കും. നമ്മുടെ വേലപ്പൻ ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ക്ലാസിക് മിമിക്രി, ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, ഈ പറഞ്ഞ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള നമ്മൾ കണ്ടു വളർന്ന എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളെയും പഠിപ്പിച്ച, അവരെ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. കോമഡി ഉത്സവത്തിന് വലിയ അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി നമ്മൾ പറയുന്നു, വേലപ്പൻ ചേട്ടൻ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു വലിയ ദൈവാനുഗ്രഹം. വേലപ്പൻ ചേട്ടൻ ഇനിയും ഐറ്റംസ് പഠിച്ചോ? ധൈര്യമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. 35 വർഷം പിന്നിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഇനി പുതിയ ഐറ്റംസ് ചെയ്യാം. തീർച്ചയായും വേലപ്പൻ ചേട്ടന് കോമഡി ഉത്സവത്തിന്റെ ആദരം. താങ്ക്സ് ലോട്ട് വേലപ്പൻ ചേട്ടാ. താങ്ക് യു. ഇവിടെ വന്നതിന്, നമ്മളെ ഈ പ്രസൻസ് കൊണ്ട് അനുഗ്രഹിച്ചതിന്, താങ്കളുടെ മിമിക്രി കാണിച്ചതിന് വളരെയധികം നന്ദി. ഓഡിയൻസ്, പ്ലീസ് ഷോ യുവർ ലവ്. എവരിബഡി പ്ലീസ്. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ chawaramatrimony.com ൽ അടുത്തതായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തി നേരത്തെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. വന്ന് പെർഫോം ചെയ്തതിനെ കുറിച്ച് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഇസ് ഇമ്മെൻസ്. നമുക്ക് ചിന്തിച്ചതിന് അപ്പുറത്തേക്കുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത്. ഒരു സ്റ്റാൻഡപ്പ് ആക്റ്റും കൂടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സിദ്ദിഖ് കെയുടെ ആ ഒരു സെന്റി ഡബിംഗ് ഒക്കെ ചെയ്ത ജെയിംസ്. നമ്മുടെ ഗ്രൂമേഴ്സ് വരെ ആവേശത്തിലാണ് ജെയിംസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ. ചേട്ടാ, ജെയിംസിനെ കണ്ടോ? പിന്നെ ഞാൻ താരമാണ്. സ്ത്രീകളല്ലാത്ത ഒരാൾക്ക് ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ ജെയിംസിനാണ്. സാർ, എനിക്ക് അങ്ങനെ ആദ്യം ഉമ്മ തന്നിട്ടില്ല. ഞാനും അല്ല സാർ, അല്ല സാറ്, അല്ല അങ്ങനല്ല, അധികം ആരും ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറയാ. ഒരു സെലിബ്രിറ്റി ആദ്യമായിട്ട് ഉമ്മ വെക്കുന്നത്. എന്തായാലും ഇവനെ ഇനിയും സംസാരിപ്പിച്ചോണ്ടിരുന്നത് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുള്ളൂ. ഇന്ന് എന്താ ഇവിടെ ചെയ്യാൻ വന്നേ? സാർ, സ്പോട്ട് ഡബിങ്. സ്പോട്ട് ഡബിങ് ആണ് ചെയ്യാൻ പോണേ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആ ഡയലോഗിന്റെ സ്പോട്ട് ഡബിങ് ആണോ ചെയ്യാൻ പോണേ? അതെ സാർ. ആൻമറിയ കലിപ്പിലാണ്. അതെ അതെ. സിദ്ദിഖയുടെ വോയിസ് അല്ലേ? എവിടെ നിന്നാ സ്പോട്ട് ഡബിങ് ചെയ്യണമെന്ന് അറിയോ? ഓ, എവിടെയാ? സാർ, ടിനി സാറിന്റെയും വിജയ് സാറിന്റെയും നടക്കുന്നിട്ട് അല്ലേ? അപ്പൊ നേരെ അങ്ങോട്ട് വിട്ടോ. ഇവിടെ ഞാൻ വിഷ്വൽ തരാം. എല്ലാവരും എനിക്കാണ് ആ PT സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് കയറിയേക്കും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, ചെലീഡ. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തിരഞ്ഞെടുത്തിരുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചെയ്യലായിരുന്നേ.
അവളെ തള്ളയെ പോലെയാ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനുമൊക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ പറഞ്ഞു, കാശലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ചു കുറെ കരഞ്ഞു. അവളെ തള്ള ആവുന്നത് പറഞ്ഞു. ആ കൊച്ചിനോട് ആഗ്രഹിച്ചല്ലേ നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെ? ഞാൻ അന്നേ ഇറക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടി അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കില്ല ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച് ICU കിടന്നു. ഞാൻ ഞങ്ങൾ തല്ലി ഓടിച്ചെന്നു. ഇപ്പോഴും ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചൻ്റെ കൈ പിടിച്ച് ചോദിക്കുക, പാപ്പ രഘുവന്നിരുന്നേ എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് മറിഞ്ഞ് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവൂ. അന്നു മുതൽ ഞാൻ ഈ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാൽ പോവുകയില്ല. കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികൾ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ്. എന്നെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചല്ലടാവേ ആ വേഷത്തിലൊന്ന് നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചിങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായി പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നതെന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അത് മെഡലാന്നേ മെഡല്, മാലാകന്നേ മാലാക. ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഇതിൽ അഭിനയിച്ച ആള് പോലും 3 ഷോട്ട് കട്ട് ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതെ, ഈ ഡയലോഗ് പഠിച്ചാലും ഡയലോഗ് ഇങ്ങനെ നോക്കണതാണ്, പിന്നെ ആ രീതിയിലോട്ട് അങ്ങ് അഡാപ്റ്റ് ചെയ്യണതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജെയിംസിന്റെ പരിപാടി? ബീച്ചുകുട്ടൻ ചേട്ടന് വേണ്ടിയിട്ട് ജയറാമേട്ടന്റെ സൗണ്ട് കൂടി ഒന്ന് പറയൂ. ജയറാമേട്ടന്റെ സൗണ്ട് പറയാം. പിന്നെ തീർച്ചയായിട്ടും സന്തോഷം മാത്രമേ ഉള്ളൂ. അയ്യോ, ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഈ രാത്രി യാത്രയ്ക്ക് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി കിടന്നപ്പോൾ ഭയങ്കര കൂർക്കം വരിക. സാരില്ല, കുട്ടി കിടന്നോളൂ, ഇനി ഉണ്ടാവില്ല. ജെയിംസ് ഇവിടെ വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേപോലെ വീണ്ടും നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള പെർഫോമൻസുമായിട്ട് ഇനിയും വരിക കേട്ടോ. ശരി ജെയിംസ്, എല്ലാവരും ജെയിംസിന് വേണ്ടി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com അടുത്ത സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വീണ്ടും തിരിച്ചു വരണമെന്ന്. നമുക്ക് അറിയാം, നമ്മളിവിടെ ലോഞ്ച് ചെയ്ത ലേഡീസ് ഓൺലി മിമിക്രി ട്രൂപ്പ്, ദ ഫസ്റ്റ് എവർ ലേഡീസ് ഓൺലി മിമിക്രി ട്രൂപ്പ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതിനകത്തുള്ള ആ സിംഗർ വീണ്ടും തിരിച്ചു വരികയാണ്. ബിന്ദു ജെ, എല്ലാവരും സ്വാഗതം ചെയ്യൂ. ബിന്ദുജ, എന്താണ് ഇന്നത്തെ എന്താ പെർഫോമൻസ്? കുറച്ച് ഗായികമാരും പിന്നെ എൻ്റെ ഒരു ചെറിയ ഒരു ഐറ്റം. അപ്പോ ഇതുവരെ കാണിക്കാത്ത ഗായികമാരാണ്? അപ്പോ കാണിക്കാത്തതുണ്ട്, കാണിച്ചതുകൊണ്ട് അതിൽ പുതുമയുണ്ട് അല്ലേ? അപ്പൊ ബിന്ദുജയുടെ ഗായികമാരെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ബിന്ദുജ പറ. ആദ്യമായിട്ട് മിൻമിനി ചേച്ചിയാണ്. മിൻമിനി ചേച്ചി. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுத்தி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. അടുത്തത് നമ്മുടെ ദീദിയാണ്, ഉഷൗദ്. എന്റെ കേരളം എത്ര സുന്ദരം. ഹായ് എവരിബഡി, എന്റെ കേരളം എത്ര സുന്ദരം. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും, ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും എന്റെ സഹോദരരായി ഇവിടെ, എന്റെ സഹോദരരായി എന്റെ സഹോദരരായി. എന്റെ
ബിന്ദുജയുടെ അനുകരണത്തെക്കാൾ കൂടുതൽ വോക്കൽ പവർ, ഭയങ്കര പവർ ഉണ്ട്. ശരിക്കും പഠിച്ചതുമാണ്. പൊട്ടൻഷ്യൽ ഭയങ്കര. ഓക്കെ, അടുത്തത് ഒരു ചീപ്പ് കൊണ്ടുള്ള ഒരു സംഭവമാണ്. ചീപ്പ്. ബിന്ദുജയുടെ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഈ ചീപ്പും പേപ്പറും മാത്രം മതി? ചീപ്പും പേപ്പറും മാത്രം മതി. അപ്പൊ ആദ്യം പാട്ട് പാടും, എന്നിട്ടാണോ ചീപ്പ് വെച്ചിട്ട്? ആദ്യം ഞാൻ ഈ പാട്ടൊന്ന് പരിചയപ്പെടുത്തും, അതിനുശേഷം. ഓക്കെ, നമുക്ക് കാണാം. ഏരികനൽ പോലെ നിൻമുഖം കതിർച്ചൂടി മൂവന്തി പ്രഭ ചൊരിഞ്ഞുവോ നീലവിരിയിട്ട ജാലകപ്പാളിയിൽ ഇളം കാറ്റുമെല്ലെ തഴുകിത്തലോടവേ മനസ്സു മന്ത്രിച്ചു അതു നീയായിരുന്നുവല്ലോ. അപ്പോ ഇനി ഈ പാട്ട് നമ്മുടെ ഈ പുതിയ ഇൻസ്ട്രുമെന്റ് ചീപ്പ് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ചീപ്പർ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന പാട്ട്. ചീപ്പ് കൊണ്ട് മുടിയിരാൻ മാത്രമല്ല പാട്ട് പാടാനും പറ്റും. നാദസ്വരം കേട്ടിട്ടുണ്ടോ പുള്ളിക്കാരിയുടെ? ഞാൻ ആ ടിവിയിൽ നമുക്കൊന്ന് ലൈവായിട്ട് കേൾക്കാം. ലൈവായിട്ടൊന്ന് കേൾക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച വീണ്ടും ഒന്നുകൂടി കല്യാണം കഴിക്കും. അത്രക്ക് മനോഹരം. അപ്പൊ ഇനി ബിന്ദുജയുടെ ഒരു പാട്ടും കൂടി കേൾക്കാം നമുക്ക്. അത് പ്രസീത ചേച്ചിയാണ്. നാടൻ പാട്ടിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന പ്രസീത ചേച്ചിയുടെ ശബ്ദത്തിലാണ്. നന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണ എന്നിട്ടന്ത് നിന്നെ കേട്ടാ ഇന്ന് വരെ വന്നില്ലാരും. നന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണ എന്നിട്ടന്ത് നിന്നെ കേട്ടാ ഇന്ന് വരെ വന്നില്ലാരും. നന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണ എന്നിട്ടന്ത് നിന്നെ കേട്ടാ ഇന്ന് വരെ വന്നില്ലാരും. ചന്തങ്ങാ നിറമില്ലാരും ചന്തമര കണ്ണില്ലേരും മട്ടിറങ്ങി പൊടിയില്ലേരും മുല്ലമൊട്ടിൻ മല്ലില്ലേരും. നന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണ എന്നിട്ടന്ത് നിന്നെ കേട്ടാ ഇന്ന് വരെ വന്നില്ലാരും. എന്നിട്ടന്ത് നിന്നെ കേട്ടാ ഇന്ന് വരെ വന്നില്ലാരും. ഇന്ന് വരെ വന്നില്ലാരും. ഇന്ന് വരെ വന്നില്ലാരും. ഇന്ന് വരെ വന്നില്ലാരും. ബിന്ദുജ, that's for you. കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ട്.
എന്നുവെച്ചാൽ ഇനിയും വരണം പുതിയ ഒരുപാട് സിംഗേഴ്സുമായി, പുതിയ ഒരുപാട് നമ്പറുകളുമായി, ഈ ചീപ്പ് പോലത്തെ പുതിയ ഒരുപാട് അടുത്ത പ്രാവശ്യം സ്ലൈഡ് വെച്ചിട്ട് ഓക്കെ. ബിന്ദുച്ചയ്ക്ക് വേണ്ടി എല്ലാവരും come on. That's it. Thanks a lot, Bindusha. Thank you. East Comedy Utsavam powered by ChavaraMatrimony.com. Stand up comedy time. Stand up കോമഡിയുമായി നമ്മളോടൊപ്പം എത്താൻ പോകുന്ന ആളിനെ പറ്റി ഒരു വീഡിയോ പ്രൊഫൈൽ. അനുകരണ കലാരംഗത്ത് കലയുടെ കരുത്തും യുവത്വത്തിന്റെ പ്രസരിപ്പുമായി കടന്നുവന്ന കലാപ്രതിഭ ബിജു പാല. 15 വർഷങ്ങളായി മിമിക്രി രംഗത്തെ നിറസാന്നിധ്യം. കൊടിയ ജീവിത പ്രതിസന്ധികളിലും അനുകരണ കലയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ബിജു എന്ന അനുഗ്രഹീത കലാകാരൻ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബിജുവിന്റെ കലാജീവിതത്തിന് താങ്ങായി എന്നും ഒപ്പം നിൽക്കുന്നു. ചിരിയുടെ ഈ ഉത്സവ വേദിയിലേക്ക് ബിജുവിനെ സ്വാഗതം ചെയ്യുന്നു. വയറുകിടക്കുവാണല്ലോ. ഹലോ, വയറിട്ട് കണ്ടില്ലേ? ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഞാൻ ഇന്നലെ ഇവിടെ സൗണ്ട് ചെയ്ത ആളല്ലേ? വയറ് കിട്ടുണ്ടായോ? അല്ല, അതിന് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കല്ലേ, ഇപ്പോഴാണോ സൗണ്ട് എടുത്ത് കളയുന്നേ? ഇവിടെ എടുക്കാൻ മറന്നുപോയാ അതിലെ. അത് അടുത്ത എപ്പിസോഡിൽ എടുത്താ പോരെ, ഇപ്പൊ എടുക്കല്ലേ? അവിടെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നേ. ഇപ്പൊ പറ്റില്ല, ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കല്ലേ ബൈ. ഈ വയറ് കിട്ടിയാലേ ഈ വയറിലേക്കല്ലേ ചെല്ലപ്പോളൂ. അത് ശരി. എന്താ ചേട്ടന്റെ ഈ സൗണ്ട്സിന്റെ പേര്? കുഞ്ഞപ്പൻ സൗണ്ട്സ്. കുഞ്ഞപ്പൻ സൗണ്ട്സ്. കുഞ്ഞപ്പൻ സൗണ്ട്സ്. അപ്പൊ ചേട്ടനാണ് നടത്തുന്നത് അല്ലേ? ഞാനല്ല, ഞാനും എന്റെ ഭാര്യയുണ്ട് കൂടെ. ഓ അത് ശരി. അപ്പൊ ചേട്ടനും ഭാര്യയും കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അവള് സൗണ്ട് ചെയ്യും, ഞാൻ ലൈറ്റ് ചെയ്യും. എന്താ ഭാര്യ സൗണ്ട് നിങ്ങൾ ലൈറ്റും? അവളുടെ സൗണ്ടിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ലേ? അത്രയ്ക്ക് സൗണ്ടാണല്ലേ? പിന്നെ അവള് സൗണ്ട് കൂട്ടും, ഞാൻ സൗണ്ട് ലൈറ്റാക്കി കൊണ്ട്. അതാണ് സൗണ്ട് ആൻഡ് ലൈറ്റ് അല്ലേ? കൊള്ളാം. ഈ മരടമ്പലത്തിൽ ലൈറ്റ് താരാന്നറിയോ? അറിയത്തില്ല. ആരാ? ഞാനാ. അത് ശരി. കുഞ്ഞപ്പൻ. മനസ്സിലായി. ലൈറ്റ് കണ്ടായിരുന്നോ? അയ്യോ ഇല്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാണാൻ പറ്റില്ല. കേടും ഓഫാകുന്ന കൂടെ ലൈറ്റുകളല്ല ചെയ്തേ. കേടും ഓഫാകും. കെടുമ്പോ എല്ലാം ഓഫ് ആവത്തില്ലേ? ലൈറ്റ് ആണല്ലേ? കണ്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. ആ ലൈറ്റ് കാണിച്ചാലോ? കാണിക്കും. ആ ലൈറ്റ് ഞാൻ മുഖത്ത് കാണിക്കട്ടെ? മുഖത്തോ? ആ ലൈറ്റ് മുഖത്ത് ഞാൻ കാണിക്കും. ഞാൻ വിചാരിച്ചു വല്ല ഫോട്ടോയോ. മുഖത്ത് എങ്ങനെയാ ലൈറ്റ് കാണിക്കുന്നത്? നമ്മുടെ സീരിയൽമാരിലെ ലൈറ്റ് കളിയെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. മിന്നുന്നൊക്കെ അത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ മുഖത്ത് കാണിക്കട്ടെ? ഓക്കെ. ആ സ്വിച്ച് ഇടാവോ? സീരിയൽ ലൈറ്റിന്റെ സ്വിച്ച് അല്ലേ? ഇട്ട്. പിന്നെ വഴി നിറച്ച് നമ്മൾ ട്യൂബ് ലൈറ്റ് ഇട്ടു. ആ ട്യൂബ് ലൈറ്റിന്റെ സ്വിച്ച് ഇടാവോ? അത് മുഖത്താണോ കാണിക്കുന്നത്? അത് മുഖത്താ കാണിക്കുന്നത്. ഓക്കെ, നോക്കിയിരുന്നോണേ. ഇനി കണ്ടില്ല പറഞ്ഞാക്കല്ലേ? ഇല്ല. ട്യൂബ് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. ഇതുകൂടാതെ വേറെ വെറൈറ്റി ഉണ്ട്. ആണോ? ഇനി എന്താ വെറൈറ്റി? നമ്മളെ മരിച്ച വീട്ടിലൊക്കെ ഫ്രീസർ വെക്കല്ലേ? ആ ഫ്രീസറിന് ചുറ്റും നമ്മളൊരു സീരിയൽ മാല ഇടും. ഫ്രീസറിന് ചുറ്റും സീരിയൽ മാല ഇടും? സീരിയൽ മാല അതിന് പറഞ്ഞ് ഓടും. ഒരാൾ മരിച്ചു കിടക്കൂല്ലേ? പിന്നെ അതിന് കൂടെ വേറെ പരിപാടി ഉണ്ട്. എന്താ? പാട്ടൊക്കെ USB കുത്താ. പാട്ടൊക്കെ തിരിച്ചത് കേട്ടത്. പിന്നെ അത് കൂടാതെ ഈ ബോഡിക്ക് ഒരു സെറ്റപ്പ് കിട്ടാൻ വേണ്ടിട്ട് രമ്പച്ചും കെട്ടിയ അടിപൊളിയാ. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു മെഗാഷോ ചെയ്യാം. എവിടെ? മരണ വീട്ടില് മെഗാഷോ ചെയ്യണം. ലൈറ്റ് ആൻഡ് സൗണ്ട് കാരനാണ്. നമുക്ക് മെഗാഷോ ചെയ്താലോ? എനിക്ക് വേണ്ട. മരണ വീട്ടിലാണോ മെഗാഷോ ചെയ്യുക? നമ്മളൊക്കെ മാട്ടയല്ലേ? നമ്മളല്ല, നിങ്ങളെ മാട്ട. ചേട്ടന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്? മാതിരിയൊക്കെ പരിപാടി ചെയ്യുമ്പോ? അയ്യോ, ഒരു മരിച്ചുവിന്റെ അബദ്ധം പറ്റി. എന്നോ? ഞാൻ ലൈറ്റും സൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. വൈകുന്നേരം എനിക്കൊരു കുഴപ്പമുണ്ടേ, ചെറുതാറ് അടിക്കണം. എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതുകൊണ്ട് വീടിന്റെ പുറവശത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കഴിച്ച് അടിച്ചോണ്ടിരിക്കുമ്പോ ഒരു കൊച്ചിനൊരു കാര്യം ചെയ്തു. ഇവനൊരു ഡിസ്കൗണ്ട് എടുത്തിട്ടു. മരണ വീട്ടില് പൂമര സിനിമയിലെ ഡിസ്കൗണ്ട് ഇട്ടെ. പാട്ട് ഞാനും എന്റെ ആളും 40 പേരും. ഞാൻ അപ്പൊ അവിടെ മുങ്ങിയില്ലേ? എന്തുപറ്റി? ചേട്ടൻ മുങ്ങുന്നേ? അവനല്ലേ ഡിസ്കൗണ്ട്? എന്റെ മോനെ ചേട്ടാ അവിടെ എന്തുണ്ടെങ്കിൽ അമ്മ പൂമരം കൊണ്ട് എന്നെ പെട്ടുണ്ടാക്കൂലേ? അങ്ങനെ പൂമരം കൊണ്ട് പെട്ടി ഉണ്ടാക്കി. ഞാൻ ചാർജ് നോക്കട്ടെ. ഈ മനുഷ്യരുടെ പുറത്താണോ ചാർജ്? ചാർജ് നോക്കാമല്ലോ. ഞാനറിയ കറണ്ട് വേല തെളിയുന്നില്ലല്ലോ. എനിക്ക് ചാർജ് ഒന്നും ഉണ്ടാവത്തില്ല. ഓ നല്ല വെട്ടം. ഞാൻ ചാർജ് ചെയ്ത് നിൽക്കുക രാവിലെ. ഞാൻ കഴിക്കാറില്ല. ഈ ലൈറ്റിലൊക്കെ വെട്ടമേ കൂട്ടിത്തട്ടെ. ലൈറ്റിന്റെ വെട്ടമൊന്നും ഇപ്പൊ കൂട്ടണ്ട. കൂട്ടിത്തട്ടെ. എന്താ കൂട്ടിയിട്ട് എന്തോ പ്രയോജനം? ചേച്ചിയുടെ നല്ലൊരു ഷോ കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് ഈ വർക്ക് തരണം. കൂട്ടി തന്നാ വേണേ വർക്ക് തരാം. അപ്പൊ ഞാൻ നോക്കിയോട്ടെ. അവിടെ ആ കാണുന്ന ലൈറ്റ് ഉണ്ടോ? ആ ലൈറ്റ് അതൊന്ന് ശരിയാക്കി. ഇച്ചിരി വെളിച്ചങ്ങളുണ്ടല്ലേ?
അതിനിച്ചിരി വെളിച്ചം കുറവുണ്ട്. നോക്കാലോ. നോക്ക്. ടിനിച്ചേട്ടന്റെ പരിചയക്കാരനാണോ ഈ സൗണ്ടുകാരൻ? അറിയില്ല. ഏതോ പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ചെറിയൊരു പീസ് പോയതാ. ഫ്യൂസ് പോയതാണെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അല്ല, ചെറിയ പീസ് പോയാൽ മതി. ചെറിയ ഫ്യൂസ് ആണെങ്കിലും വലിയ ഫ്യൂസ് ആണെങ്കിലും കെട്ടിയിട്ട് പോയാൽ മതി. ഇവിടെ ഒരു 5 മണിക്കൂർ എടുക്കും. 5 മണിക്കൂർ ഒരു ഫ്യൂസ് കെട്ടാനോ? ആ, ഇവിടുന്ന് മുന്നോട്ട് വരെ പോണ്ടേ. മൂന്നോട്ട് പർവാസിലെ പീസാ പോയെ. പ്ലീസ് പോലെ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായോ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ക്യാരക്ടർ നന്നായിരുന്നു, പക്ഷെ അതിന്റെ ഒരു വോൾട്ടേജിലേക്ക് വന്നില്ല. ഇതാ സൗണ്ടുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പെർഫോമൻസ് കുറച്ചും കൂടി വോൾട്ടേജ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ബിജുചേട്ടനും അങ്ങനെയാണല്ലേ തോന്നിയ? ക്യാരക്ടറൊക്കെ നന്നായിരുന്നു, നല്ല ഹ്യൂമർ, പുതിയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ക്ലൈമാക്സ് വരെ നന്നായിരുന്നത്. മറ്റേ തോന്നി ശരിയാക്കണം, 5 മണിക്കൂർ വേണം, അതൊക്കെ നന്നായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒരു എന്താണ് ഒരു കരുത്ത് വോൾട്ടേജ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അതെ, എന്തായാലും ബിജു പക്ഷേ നല്ല ഡയലോഗ്സ് ആയിരുന്നു, നല്ല ഒരുപാട് സ്പോണ്ടേനിയസ് കോമഡി ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ബിജു കുറച്ച് മെച്ചപ്പെടുത്താനുണ്ട്. അവർക്ക് എത്രയോ വർഷമായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ബിജുവിന് വേണ്ടി എല്ലാവരും ചേർന്ന് നല്ല കൈ കൊടുത്തേ. ബിജു ഫ്രം പാല എവരിബഡി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com. ഇന്നത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കുന്നു. കൊടി ഇറങ്ങാൻ പോവാണ്. അപ്പോ ആലുവയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ കൂട്ടുകാരും ഒപ്പം കണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യൂ. ടിനി ടോം ആൻഡ് ബിജു കുട്ടൻ. ബിജുടെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പിസോഡ് മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിരുന്നു, നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡാക്കി മാറ്റാം. തീർച്ചയായും. ടിനിച്ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡിന് എന്തെങ്കിലും പ്രത്യേകത ടിനിച്ചേട്ടന് ഫീൽ ചെയ്തോ? എല്ലാ എപ്പിസോഡിലും ഉള്ള ആളാണല്ലോ ടിനിച്ചേട്ടാ, അതുകൊണ്ട് ചോദിക്കാം. അല്ല, എപ്പോഴും നമ്മൾ ഓരോ പെർഫോമേഴ്സിനെ കാണാറുണ്ട്, അവർ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഓഡിയൻസിൽ ഒരാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ പെർഫോമൻസ് സാധാരണ ഇഷ്ടപ്പെടുകയാണ്. അല്ല, ഞാൻ ആലുവക്കാരായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നതല്ല. ആലുവക്കാരായതുകൊണ്ടല്ല, അല്ല, ഞാൻ ഇവിടെ ഓരോ എല്ലാ കോർണറും നുക്ക് ആൻഡ് കോർണറും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു. അതില് ഏറ്റവും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇത്രയും കാലം വന്ന ഓഡിയൻസിൽ ഒരാളുണ്ട്. ആരാണത്? ഈ കൂട്ടത്തിൽ ആരാണ്? ജിനിച്ചേട്ടൻ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ വിളിച്ചിറങ്ങി കൊണ്ടുവരാം. അത് തന്നെ. എന്താ പേര്? ശ്യാമ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ട്രെയിനർ ആണ്. റിയലി? ദൈവമേ, പിള്ളേരെല്ലാരും കാണാം. അതിനെന്താ കുഴപ്പം? ഇവിടത്തെ ഇപ്പൊ ഏത് പെർഫോമർ വന്ന് പെർഫോം ചെയ്താലും അത് 100% വിജയിക്കണമെങ്കിൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് വേണം. മാത്രമല്ല ഓഡിയൻസിന്റെ റിയാക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അതെ, അത് 100% അല്ല, 150% സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടിനിച്ചേട്ടാ, ഒന്ന് എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ ഇത്രയും പേര് സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ, ഡാൻസ് ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് ഈ ആക്ഷൻസ്. ഞാനിപ്പോ ശ്യാമ എങ്ങനെയായിരുന്നു എക്സ്പ്രസ് ചെയ്തതെന്നുള്ളത് ശ്യാമക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു ചെയർ, ഒരു ഷോൾ നിന്ന് നോക്കി. അപ്പൊ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് മൻസൂർ അലിഖാന്റെ സൗണ്ടും ഇതൊന്നും എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി, അതെ, അതിനുവേണ്ടി മാത്രമാണ്. അപ്പൊ അടുത്തതായി ബിജുക്കുട്ടൻ ചേട്ടൻ അവതരിപ്പിക്കുന്നു മൻസൂർ അലി ഖാൻ. என்னடா இது? நாங்க சோத்திரமா? டேய், ஏன் வழி தனியா வழியடா. അപ്പൊ അങ്ങനെ ഇത്രയും എക്സ്പ്രസീവ് ഒക്കെ ആയിട്ടുള്ള ഒരാള്, ഇത്രയും എക്സ്പ്രഷൻ ഒക്കെ ഉള്ള ഒരു ഡാൻസർ ഇവിടെ വന്നിട്ട് ഡാൻസ് ഉണ്ടല്ലേ, ഡാൻസ് ചെയ്യിക്കാതെ വിടാൻ പറ്റുമോ? ഇല്ലല്ലോ. കൂടെ ഡാൻസ് കളിക്കുന്ന ആരൊക്കെയാ? മിസ്സിന്റെ ഫോണിൽ പാട്ടും ഉണ്ടാവും. മിസ്സിന്റെ ഫോണിൽ പാട്ടും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാരും ചേർന്ന് നമുക്കിത് ഉത്സവല്ലേ, ആഘോഷ ലഹരിയിൽ വേണ്ട അവസാനിപ്പിക്കാൻ. അപ്പോ ഇവരെല്ലാരും ചേർന്നുള്ള ഒരു ഡാൻസില് നമുക്ക് ഇന്നത്തെ ഈസ്റ്റി കോമഡി ഉത്സവം അവസാനിപ്പിക്കാം.
ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ ChavaraMatrimony.com. ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങുന്നു. ആഘോഷം നടന്നോട്ടെ. See you next week. Take care and bye-bye.